മലയാളം സിനിമ, മോളിവുഡ് ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. 90% ആളുകൾക്കും സിനിമയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിപ്പെടാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അതിന് കാരണം പെട്ടെന്നുള്ള പണവും പ്രശസ്തിയും തന്നെയാണ്. ചില ആളുകൾ പാഷനേറ്റ് ആയിട്ടും ഇതിന്റെ പുറകെ നടക്കുന്നവരുണ്ട്. എന്നിരുന്നാലും പണവും പ്രശസ്തിയും തന്നെയാണ് സിനിമയിൽ എത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നതിനുള്ള അൾട്ടിമേറ്റ് കാരണം. സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ പണവും പ്രശസ്തിയും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. സിനിമയിൽ എത്തിപ്പെടാൻ, അവിടെ നിലനിൽക്കാൻ നല്ല കഴിവും അതിൻ്റെ കൂടെ തന്നെ നല്ല ഭാഗ്യവും വേണം. ഹായ് ഗായ്സ്, അതെ, ഞാൻ പറഞ്ഞു വന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ കൂടുതലും കണക്ട് ആവുന്നത് സിനിമാ മേഖലയുമായി അടുത്ത് നിൽക്കുന്നവരാണ്. സിനിമയോടൊരു ക്രേസ് ഉള്ള, അല്ലെങ്കിൽ അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇത് നല്ല രീതിയിൽ കണക്ട് ആവും. ഇതൊരു സൈക്കോളജിക്കൽ ഡാർക്ക് ഹ്യൂമറിൽ വരുന്ന പടമാണ്. അതായത് ഡാർക്ക് ഹ്യൂമറുകളൊക്കെ, അതായത് മരണങ്ങൾ വരെ തമാശയാക്കി കാണിക്കുന്ന ഒരു ഡാർക്ക് ഹ്യൂമർ. ഈ ഹ്യൂമറുകളൊക്കെ മനസ്സിലാവുന്നതും എൻജോയ് ചെയ്യുന്നവർക്കും ഇത് വളരെ ഒരു ത്രില്ലിംഗ് മൂവി ആയിരിക്കും. നല്ല എൻഗേജിങ് ആയിരിക്കും ഇത്. പിന്നെ എനിക്കിത് പേഴ്സണലി എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു വലിച്ചു നീട്ടൽ പോലെ. നല്ല ലെങ്ത് ഉള്ള പടമാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്ന ഒരു രീതിയാണ്. പിന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന് പറഞ്ഞ മൂവിയുടെ സെയിം ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ. അഭിനവ് സുന്ദർ നായിക് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആ ഒരു എഡിറ്റിംഗ് രീതി, പുള്ളി തന്നെയാണ് എഡിറ്ററും. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിംഗ് രീതി ഉണ്ടല്ലോ, ഒരു ഇങ്ങനെ ആനിമേഷനും കാർട്ടൂൺസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന, സിനിമയിലെ കഥ പറഞ്ഞു പോകുന്ന, നമ്മളെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരു വോയിസ് ഓവറിൽ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഒരു കണ്ടിരിക്കാൻ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, ഒരു 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 സുഖമുണ്ട്, ഒരു വേറൊരു വൈബാണ് ആ പടം കാണുമ്പോൾ. ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കണ്ടു പറഞ്ഞ സിനിമയ്ക്കുള്ളിലെ സിനിമ കഥ പറയുന്ന കഥകളുടെ പോലെ തന്നെയുള്ള സ്റ്റോറിയാണ്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീനുകളൊക്കെയാണ്. ഡാർക്ക് ഹ്യൂമറാണ് ഇതിൽ നമ്മൾ കൂടുതലും എൻഗേജിംഗ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഘടകം. ഈ പടത്തിലെ കാലഘട്ടമായിട്ട് കാണിക്കുന്നത് ഒരു ഫേസ്ബുക്ക് കാലഘട്ടമാണ്. അതായത് 2010-11 ആ ഒരു കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. അത് ഇൻസ്റ്റാഗ്രാം ഒന്നും നിലവിലെ ഉള്ളതായിട്ടോ ഒന്നും സിനിമയിലൂടെ കാണിക്കുന്നില്ല. ഫേസ്ബുക്കിലാണ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു കാലഘട്ടം. ആ സമയത്ത് മലയാള സിനിമയിലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ കുറച്ച് തൊഴുത്തിക്കുത്തുകളും, പിന്നെ ഒരു മലയാള സിനിമയുടെ ഒരു ഡാർക്ക് വശങ്ങളൊക്കെയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. മ്യൂസിക്സ് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്സ് ആണ്. ഈ പടത്തിന് പറ്റിയൊരു മ്യൂസിക്, അതായത് ഇതിന് തന്നെ ചേരുന്ന അതേ മീറ്റർ പിടിച്ചിട്ടുള്ള കിടിലൻ മ്യൂസിക്സ് ആണ്. ഈ പടം ഓൾ ഓവർ നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ലാഗ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പടം നല്ല എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല ലാഗ് ഉണ്ട്. പിന്നെ ഇത് കൂടുതലും കണക്റ്റ് ആവുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള സിനിമയോട് താല്പര്യമുള്ളവരും സിനിമയെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല രീതിയിൽ കണക്റ്റ് ആവും. അപ്പോൾ പടം പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പടം കണ്ടവരുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.